2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതു മുന്നണി അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുമെന്ന ആകാംക്ഷ ജനങ്ങൾക്കിടയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഫലപ്രവചനങ്ങളും പ്രീ പോൾ സർവേകളും പുറത്തു വന്നു തുടങ്ങിയിട്ടുമുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളുടെ വിലയിരുത്തലുകളും 140 നിയോജക മണ്ഡലങ്ങളുമായും ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഏറെ ആധികാരികമെന്നും മലയാളികൾ വിശ്വസിക്കുന്ന ഒരു പ്രവചനം CP റാഷിദിൻ്റേതാണ്. CP റാഷിദ് സാധാരണഗതിയിൽ പ്രവചനങ്ങൾ നടത്തുന്നത് വോട്ടിംഗ് പൂർത്തിയായതിനു ശേഷമാണ്. എക്സിറ്റ് പോളുകൾക്കൊപ്പം തന്നെയായിരിക്കും റാഷിദും പതിവ് രീതിയിൽ ഇത്തവണയും പ്രവചനങ്ങൾ പുറത്തുവിടുക. റാഷിദിൻ്റെ പ്രവചനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റാഷിദ് സീറ്റുകളുടെ എണ്ണം മാത്രമല്ല, വോട്ടിംഗ് ശതമാനം, ഏതൊക്കെ പാർട്ടി എത്രയെല്ലാം ശതമാനം വോട്ടുകൾ നേടും എന്നുകൂടിയുള്ള ഒരു വിലയിരുത്തലോടുകൂടിയാണ് തൻ്റെ പ്രവചനങ്ങൾ പങ്കുവെക്കാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് റാഷിദിൻ്റെ പ്രവചനങ്ങളുടെ ആധികാരികത ഉറപ്പിക്കുന്നത് എത്രമാത്രം പോളിംഗ് നടന്നു എന്നതുകൂടി വിലയിരുത്തിക്കൊണ്ടാണ് എന്നതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ ഈ വർഷവും റാഷിദിൻ്റെ പ്രവചനം പതിവ് പോലെ, പൂർണ്ണമായ ഫലപ്രവചനം പതിവ് പോലെ വോട്ടിംഗ് ദിനത്തിന് ശേഷമായിരിക്കും എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹവും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനകളുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിശകലനം അദ്ദേഹം ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. മറുനാടൻ മലയാളി എന്ന പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവിലൂടെയാണ് റാഷിദ് തൻ്റെ രാഷ്ട്രീയ വിലയിരുത്തലുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ തുറന്നു പറയുവാൻ തയ്യാറായിരിക്കുന്നത്. റാഷിദിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് കേരളത്തിൽ കൃത്യമായ ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ചുമ്മാ ഒരു പ്രഖ്യാപനം നടത്തുകയല്ല, നേരെ മറിച്ച് അതിന് കാരണമായിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഗെയിം ചേഞ്ചറായിട്ടുള്ളത് പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള VD സതീശൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെന്നും VD സതീശൻ്റെ ഒരു ബുദ്ധിയാണ് കോൺഗ്രസിന് കാര്യങ്ങളെ അനുകൂലമാക്കുന്നതെന്നും റാഷിദ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് പിണറായി വിജയൻ ഇടതുമുന്നണിക്ക് വേണ്ടി ഏത് രീതിയിൽ പ്രവർത്തിച്ചോ അതിനേക്കാൾ ഒരു പടി കൂടി മികച്ച രീതിയിലാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേരളത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് റാഷിദ് ആദ്യമായി തന്നെ വിലയിരുത്തുന്നത്. രണ്ടാമതായി റാഷിദ് പറയുന്നത് കേരളത്തിൽ കൃത്യമായ ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുവെന്നും UDF കംഫർട്ടബിളായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് എന്നുമാണ്. റാഷിദ് ഇത് കാരണങ്ങൾ സഹിതമാണ് വിശദീകരിക്കുന്നത്. റാഷിദ് പറയുന്നതനുസരിച്ച് കേരളത്തിലെ BJPയുടെ ഇപ്പോഴത്തെ നിലയിലുള്ള വളർച്ച അല്ലെങ്കിൽ അവരുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകുന്ന വർധനവ് അത് ഇടതുപക്ഷത്തെ കാര്യമായി ക്ഷീണിപ്പിക്കുന്നുണ്ട് എന്നാണ്. റാഷിദിൻ്റെ അഭിപ്രായം അനുസരിച്ച് BJP കേരളത്തിൽ 8% മുതൽ 12% വോട്ട് നേടി വളരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, അതായത് 8 മുതൽ 12% വരെ വോട്ട് ഷെയറിലേക്ക് BJP വളർന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെയാണ് ഏറ്റവും അധികം ക്ഷീണിപ്പിച്ചതെന്നാണ്. അതായത് കോൺഗ്രസിൻ്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി അവർ ഒരു കാലത്ത് വിലയിരുത്തിയിരുന്ന നായർ വോട്ടുകളിലുള്ള വലിയ രീതിയിലുള്ള ഷിഫ്റ്റാണ് ഇവിടെ സംഭവിച്ചതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പിന്നീട് ഈ 12% മുകളിലേക്ക് BJP നേടിയ വളർച്ച ഇടതുമുന്നണിയെ, പ്രത്യേകിച്ച് CPMനെ കാര്യമായി ക്ഷീണിപ്പിച്ചിട്ടുണ്ടെന്നാണ് റാഷിദിൻ്റെ വിലയിരുത്തൽ. റാഷിദ് പറയുന്നതനുസരിച്ച് ഈ 12% മുകളിലേക്ക് BJP വളർന്നപ്പോൾ അവിടെ നഷ്ടം സംഭവിച്ചത് ഇടതുമുന്നണിക്കാണ്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ ഏറ്റവും ഫിക്സഡ് വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഇഴവ വോട്ടുകളാണ് ഇടതിൽ നിന്ന് BJP ചേരിയിലേക്ക് ഒഴുകിയെത്തിയതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ റാഷിദ് പിന്നീട് എന്തുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 99 സീറ്റുകൾ നേടി കേരളത്തിൽ ആദ്യമായി തുടർ ഭരണം നേടിയെന്നും വിശദീകരിക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഴവ വോട്ട് ബാങ്കുകൾ CPMൽ നിന്ന് BJPയിലേക്ക് മാറിയെങ്കിലും അവിടെ അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടത് മുസ്ലിം സമൂഹത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് CPMനും ലഭിച്ചതുകൊണ്ടാണെന്നുമാണ് റാഷിദിൻ്റെ വിലയിരുത്തൽ. റാഷിദ് പറയുന്നതനുസരിച്ച് പൗരത്വ ഭേദഗതി ബില്ലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ സംബന്ധിച്ച് ഗെയിം ചേഞ്ചറായത് എന്ന വിലയിരുത്തലാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് പോലെ കൊറോണയുടെ സാഹചര്യങ്ങളായിരുന്നില്ല പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് സംശയങ്ങൾ ഉയരുകയും CPM ശക്തമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിരോധവും പ്രതിഷേധവും നിയമ നടപടികളും സ്വീകരിച്ചപ്പോൾ വീട്ടിലിരുന്ന മുസ്ലിം വോട്ടുകൾ പോലും പല ഘട്ടത്തിലും CPMന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ സമരവേദികളിലേക്ക് എത്തിച്ചേർന്നുവെന്നും റാഷിദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
എന്നാൽ പിന്നീട് 2021 ശേഷം എന്ത് സംഭവിച്ചുവെന്നും റാഷിദ് ഇവിടെ വിവരിക്കുന്നുണ്ട്. റാഷിദിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ കൂടുതലായും പൊളിറ്റിക്കൽ വോട്ടുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് CPM-നും BJP-ക്കും കോൺഗ്രസിനുമിടയിൽ കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അവരുടെ ഫിക്സഡ് വോട്ട് ബാങ്കുകളായി ഇപ്പോഴുള്ള ഹിന്ദു വോട്ടുകളെ നമുക്ക് നോക്കിക്കാണുവാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. എന്നാൽ സ്വിംഗ് വോട്ടുകളെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം വിഭാഗങ്ങളുടെയും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും വോട്ടുകളാണ്. ഈ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചെങ്കിലും പിന്നീട് പിണറായി വിജയൻ അധികാരത്തിൽ തുടരുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ അഴിമതികളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഒരു BJP ഡീൽ ഉണ്ടായി എന്നുള്ളത് മുസ്ലിം സമുദായത്തെ ഏറെ വേദനിപ്പിച്ചു, അവരെ CPM-ൽ നിന്ന് പരിപൂർണമായി അകറ്റി എന്നാണ് റാഷിദ് ഇവിടെ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നത്. മുസ്ലിം വോട്ട് ബാങ്കുകൾ കൂട്ടത്തോടുകൂടി CPM-നെ കൈവിടുന്ന ഒരു സാഹചര്യത്തിൽ 2021-ലും 2024-ലെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ അവരെ കൈവിട്ട ഇഴവ വോട്ടുകൾ തിരിച്ചെത്തിക്കുവാനും CPM-ന് സാധിക്കുന്നില്ല. കൃത്യമായി തങ്ങൾക്ക് സംഭവിച്ച പാളിച്ച എന്താണ് എന്ന് CPM മനസ്സിലാക്കിയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എന്ന് വേണമെങ്കിൽ റാഷിദിൻ്റെ വിലയിരുത്തലുകളിൽ നിന്ന് നമുക്ക് വിശകലനം ചെയ്ത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് CPM ഈ മുസ്ലിം വിരുദ്ധ നയങ്ങളിലേക്ക് കടന്നത് അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകളായിട്ടുള്ള ഇഴവ വോട്ട് ബാങ്കിനെ നിലനിർത്തുവാനായിരുന്നു. എന്നാൽ ഇവിടെ ഇഴവ വോട്ട് ബാങ്കിനെ നിലനിർത്തുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, മുസ്ലിം വോട്ട് ബാങ്കിനെ പരിപൂർണമായി അകറ്റുവാനും ആണ് ഈ ഒരു നിലയിൽ പിണറായി വിജയന് സാധിച്ചുള്ളൂ എന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പരാജയമാണെന്ന് വേണമെങ്കിലും നമുക്ക് വിലയിരുത്തി കണ്ടെത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്വിംഗ് വോട്ടുകളായ റാഷിദ് ചൂണ്ടിക്കാട്ടുന്ന രണ്ടാമത്തെ വിഭാഗമായ ക്രൈസ്തവ വോട്ടുകളും, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിലെ ക്രൈസ്തവ വോട്ടുകളിലും ഇടതുപക്ഷത്തോട് ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ടെന്നും റാഷിദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വോട്ട് ബാങ്കുകളായ ഹിന്ദു വോട്ട് ബാങ്കുകളിൽ നിന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വലിയ ഭൂരിപക്ഷം നേടിയെത്തുവാൻ സഹായകരമായ മുസ്ലിം വോട്ട് ബാങ്കുകൾ പരിപൂർണമായി ഇടതുമുന്നണിയെ കൈവിട്ടു എന്നുമാണ് റാഷിദ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ UDF-ന് പരമാവധി കേന്ദ്രങ്ങളിൽ നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കുവാനുള്ള സാധ്യതകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ടെന്നും റാഷിദ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെല്ലാം സഹായകരമായത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണെന്ന് റാഷിദ് പലവട്ടം എടുത്തു പറയുന്നുമുണ്ട്. അതായത് പിണറായി വിജയനെ പോലും നിഷ്പ്രഭമാക്കുന്ന തന്ത്രങ്ങളാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയുവാൻ സാധിക്കും. ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ റാഷിദ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഈ വോട്ട് ഷിഫ്റ്റിൻ്റെ അന്തരീക്ഷമാണ് ഇവിടെ കാര്യങ്ങൾ CPM-ന് പ്രതികൂലമാക്കി തീർക്കുന്നത്. റാഷിദിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് കേരളത്തിൽ ഒരു കേവല വിജയമല്ല, നേരെ മറിച്ച് ഒരു ട്രെൻഡിൻ്റെ കൂടി ആനുകൂല്യത്തിൽ UDF വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തുവാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായി ഇടതുപക്ഷത്തെ അവരുടെ പാർട്ടി കോട്ടകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള പാർട്ടി കോട്ടകളിൽ പോലും തളർത്തുവാൻ പോകുന്നത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളാണെന്നും റാഷിദ് അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് KK ശൈലജ ടീച്ചറുടെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വമാണ്. ഇടതുമുന്നണിയുടെ CPM-ൻ്റെ അണികൾക്ക് ഏറെ നിരാശ സമ്മാനിച്ച ഒരു തീരുമാനമാണിതെന്നാണ് റാഷിദ് പറയുന്നത്. KK ശൈലജയെ UDF മണ്ഡലമായി നിലവിൽ നിലകൊള്ളുന്ന UDF-ന് അനുകൂല ട്രെൻഡ് ഉള്ളപ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് വിജയിക്കുവാൻ സാധ്യതകൾ സജീവമായി നിലനിൽക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് അയച്ചത് തന്നെ അവരുടെ പരാജയം ഉറപ്പുവരുത്താനാണെന്നുള്ള വിലയിരുത്തലാണ് റാഷിദ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ നീക്കം ഇടതുമുന്നണിക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ഉറച്ച പാർട്ടി വോട്ടുകൾ, കേഡർ വോട്ടുകൾ പോലും നഷ്ടപ്പെടുത്തുമെന്നും റാഷിദ് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ MV ഗോവിന്ദൻ്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ രക്തസാക്ഷി ഫണ്ട് വിവാദവുമെല്ലാം പാർട്ടിയുടെ കേഡർമാരെ നിരാശരാക്കിയിട്ടുണ്ടെന്നും റാഷിദ് വിലയിരുത്തുന്നുണ്ട്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ മറ്റൊരു ട്രെൻഡിനെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ പോലെ തന്നെ സ്വിംഗ് വോട്ടുകളെന്ന് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്ന ക്രൈസ്തവ വോട്ടുകളിലും ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ഒഴുക്ക് സംഭവിക്കുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ വളരെ ആധികാരികമായ ഒരു വിജയം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF-നും കോൺഗ്രസിനും ലഭിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണെന്നാണ് റാഷിദിൻ്റെ അഭിപ്രായം. കോഴിക്കോട് ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളിലും BJP-യുടെ വോട്ട് വളർച്ച കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ആത്യന്തികമായ വിജയത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നും അതുമൂലം ഇടതുമുന്നണിക്കുണ്ടാകുവാൻ പോകുന്ന ക്ഷീണം ചെറുതാവില്ല എന്നും റാഷിദ് അഭിപ്രായപ്പെടുന്നുണ്ട്. റാഷിദിനെ സംബന്ധിച്ച് അദ്ദേഹം പരിപൂർണമായിട്ടുള്ള ഒരു ഫലപ്രവചനം നടത്തുവാൻ
ഇപ്പോൾ തയ്യാറല്ല എന്ന് ഷാഹിദ് സ്കറിയ ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളും റാഷിദ് പറയുന്നുണ്ട്. തൻ്റെ ഫലപ്രവചനങ്ങൾ പുറത്തുവിടാറുള്ളത് വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കൂടി കണക്കിലെടുത്തിട്ടാണെന്നും തൻ്റെ കണക്കുകൂട്ടലുകളിൽ പോളിംഗ് ശതമാനം നിർണായകമായ ഒരു ഘടകമാണെന്നും അദ്ദേഹം ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. CP റാഷിദിൻ്റെ പ്രവചനം അനുസരിച്ച് കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഇനി എന്തെങ്കിലും ഒരു സാധ്യത നിലനിൽക്കണമെങ്കിൽ അത് പോളിംഗ് ശതമാനത്തിൽ കുത്തനെയുണ്ടാകുന്ന ഇടിവുകൊണ്ട് മാത്രമായിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ CP റാഷിദിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് കേരളത്തിൽ കൃത്യമായ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് വളരെ ആധികാരികമായ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് UDFന് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുവാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഏതൊക്കെയാണെങ്കിലും CP റാഷിദുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ സൂചനകൾ പ്രേക്ഷകർക്കായി വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.